ഈ വിളക്കിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? സാധാരണ നിങ്ങളൊക്കെ മയിൽ വിളക്കായിരിക്കും കണ്ടത്. ഇവിടെ ഒരു മയില്, ഇത് ഗണപതിയാ. കണ്ടോ? സ്വന്തമായിട്ട് ചെയ്താണോ? എനിക്ക് ഈ വിളക്കുണ്ടാക്കല ജോലി. സ്വന്തമായിട്ട് ചെയ്തതാണോ അത്? അയ്യോ, ഇതും അതേ മോളെ. ഇതെന്താ അറിയോ? ഈ പഞ്ചമുഖ ഗണപതി എന്ന് കേട്ടിട്ടില്ലേ? അത് വലിയ ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഇത് അത് എന്റെ അമ്മയുടെ ബെഡ്റൂമാ. അത് കാണുക, അത് സ്വർണം കൊണ്ടാ എന്റെ കമ്പിയൊക്കെ. അതുകൊണ്ട് ഗോൾഡൻ എന്തുവാണ് അതിന്റെ പുറത്ത് മേക്കപ്പ് ഒക്കെ സാധനങ്ങളൊക്കെ കിടക്കാറില്ല. അതൊക്കെ ചുമ്മാ സാധനം ഇപ്പൊ തൽക്കാലം കൊണ്ട് വെച്ചിരിക്കുക. ഈ ഫോട്ടോസ് ഒക്കെ അത് എന്റെ ഉണ്ട്, ആൽബത്തിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെങ്കിലും വല്ലവരും വരുമ്പോ തന്നെ ഇങ്ങനെ 2 മക്കൾ എനിക്ക് ഉണ്ട് കേട്ടോ, നമ്മൾ ഓർക്കട്ടെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ 2 മക്കളെ അല്ല, ഇത് എന്റെ മക്കളാണ്, ഓർമ്മയുണ്ടല്ലോ ഇന്ദ്രയത്തിന് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഈ പറയണ വല്യാൻറ്റി ഭയങ്കര ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാണല്ലോ മക്കളെ നോക്കിയിട്ട്. 25 ദിവസം മാസത്തില് ജോലി എടുപ്പാണ്. അതാ സത്യം. അത് ഇപ്പോഴാ മോളെ ഇച്ചിരി കൂടുതലാ. ചെറുപ്പകാലത്ത് ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല. അല്ല 2 മാസം കൂടുമ്പോ ഒരു വേഷം. ഇപ്പൊ ഓട്ടം തന്നെ. വയസ്സായപ്പോ ഓട്ടത്തോടെ ഓട്ടം. അതെ. അപ്പൊ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് എന്താ, ഇഷ്ടപോലെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അല്ലേ? കുഴിച്ചിട്ടിരിക്കുക. ഈ ഫോട്ടോ എപ്പോഴെടുത്താ? ഇത് എനിക്കൊരു വീടുണ്ട് ഇവിടെ, റെന്റിന് കൊടുത്തിരിക്കുക, വലിയൊരു വീട്. അവിടെ അത് തന്നെ. ആ വീട്ടില് ഇവരെല്ലാരും കൂടെ ഒരു ഓണത്തിന് കൂടി. അപ്പോഴാണ് നമ്മുടെ മഹിളാരത്നായിരുന്നോ നാനയോ അവര് വന്ന് ഇങ്ങനൊരു ഫോട്ടോ, ഓണക്കാലം അല്ലേ, അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ. അത് ശരി, അടിപൊളി ഭംഗിയുള്ള ഫോട്ടോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാനൊന്നും പറഞ്ഞേ, അവര് പറയാതെ എന്തൊരു ഐശ്വര്യ നടക്കിരിക്കുന്നത്. സ്വയം പുകഴ്ത്തൽ എനിക്ക് ഇഷ്ടമേ അല്ല. ഒരു മുറിയും കൂടെ ഇവിടെ ഉണ്ട്. ഈ മുറിയിലും കൂടെ കയറി വരക്കി കഴിഞ്ഞിട്ട് എന്റെ ഇന്നത്തെ ദിവസം. അതെ, വേറെ ഒരു സിനിമാക്കാരുടെയോ സീരിയലുകാരുടെയോ വീട്ടിൽ നടക്കാത്തൊരു കാര്യമായത് കേറി വരവിക്കോ എന്ന് പറഞ്ഞത്. ഇവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല. ഓ, ഇതാരാ വരച്ചേ? അത് വരച്ചത് ഇത് വിജേഷ് തന്നെ. ശരിയാ, വിജേഷ് കുമാർ. ഇതിനകത്തുനിന്ന് എനിക്ക് പുറത്തിറങ്ങണ്ട, വെള്ളത്തിന് വെള്ളമുണ്ട്. അത് ആ സ്വിച്ച്, ഒരു റിക്ലൈനിങ് ചെയറാണ് ഇലക്ട്രിക്. അതിലിരിക്കും ഞാൻ. ഓരോ സിനിമയെങ്കിൽ സിനിമ, പ്രോഗ്രാമെങ്കിൽ പ്രോഗ്രാം. ഫ്രിഡ്ജിനകത്ത് ആരും കാണാതെ എടുത്ത് കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് ഇന്റർനെറ്റ് എന്താണ് ആദ്യം ചെയ്തേക്കെന്നറിയോ? അവൻ മൊബൈലിൽ ഈ ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ട് ഫോട്ടോ എടുക്കും. നേരെ രാജുവിന് അയച്ചു കൊടുക്കും. ഡയബറ്റീസ് ആണ്, അവശതയാണ്, മക്കളെ നിങ്ങൾ വന്ന് കാണണേ എന്ന് പറയുന്ന അമ്മ കഴിക്കുന്ന ആഹാരം, മൈസൂർ പാവ്, ബോളി, ജിലേബി. ശരിയാ കേട്ടോ, ഇതിനകത്ത് എന്തൊക്കെ ഇരിക്കണേ, നിറച്ചു മിഠായി. അയ്യോ സത്യം കേട്ടോ.